ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചിയരാണ്. അതുപോലെ ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ്. ബരീന്ദ്രകുമാർ ഘോഷും ജതീന്ദ്രനാഥ ബാനർജിയും തുടങ്ങിയവർ ചേർന്ന് 1902 രൂപം നൽകിയ ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനമാണ് അനുശീലൻ സമിതി. ഈ അനുശീലൻ സമിതിയിൽ അംഗമായിരുന്ന ഖുദിറാം ബോസാണ് കിങ്സ്ഫോർഡ് എന്ന ജില്ലാ മജിസ്ട്രേറ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ തൂക്കിലേറ്റപ്പെട്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായി കണക്കാക്കപ്പെടുന്നത് ഖുദിറാം ബോസിനെയാണ്. അനുശീലൻ സമിതിയിൽ അംഗമായിരുന്ന വിപ്ലവകാരിയാണ് ഖുദിറാം ബോസ്. നമസ്കാരം, PSC സ്കോറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ വിവിധ പ്രസിദ്ധീകരണങ്ങൾ, വിവിധ പ്രസ്ഥാനങ്ങൾ, അവയുടെ സ്ഥാപകർ എന്നിവരെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ കരുതുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എഴുതിയെടുത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും, എഴുതിയെടുത്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. ക്ലാസ്സിലേക്ക് വരാം. ആദ്യ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉമേഷ് ചന്ദ്ര ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്, അതായത് W.C. ബാനർജി. 1889 ആരംഭിച്ച കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ വില്യം വെഡർബൺ ആയിരുന്നു. 1889 ആരംഭിച്ച കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു വില്യം വെഡർബൺ. 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ചത്. ആദ്യത്തെ ചെയർമാൻ വില്യം വെഡർബൺ ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വില്യം ദിഗ്ബിയാണ്. വില്യം വെഡർബണ്ണും വില്യം ദിഗ്ബിയുമായിരുന്നു ചെയർമാനും സെക്രട്ടറിയും സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത്. ഫോർവേഡ് പത്രത്തിൻ്റെ സ്ഥാപകനാണ് C.R. ദാസ്, ചിത്തരഞ്ജൻ ദാസ്. ഫോർവേഡ് പത്രത്തിൻ്റെ സ്ഥാപകനാണ് C.R. ദാസ്. ഫോർവേഡ് പത്രത്തിൻ്റെ സ്ഥാപകൻ C.R. ദാസ് ആണ്. ഈ C.R. ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും C.R. ദാസ് ആണ്. സ്വരാജ് പാർട്ടി രൂപം കൊള്ളുന്നത് 1923. സ്വരാജ് പാർട്ടി 1923 C.R. ദാസും മോട്ടിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഫോർവേഡ് പത്രത്തിൻ്റെ സ്ഥാപകൻ C.R. ദാസ് ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റും C.R. ദാസ് ആണ്. ഫോർവേഡ് പത്രത്തിൻ്റെ പേര് മാറ്റുകയുണ്ടായി. അതിൻ്റെ പേര് പിന്നീട് ലിബർട്ടി എന്നാക്കി മാറ്റി. ഫോർവേഡ് പത്രത്തിൻ്റെ പേര് പിന്നീട് ലിബർട്ടി എന്നാക്കി മാറ്റി. അത് ഓർമ്മയിലുണ്ടായിരിക്കണം. ഫോർവേഡ് പത്രത്തിൻ്റെ പേര് പിന്നീട് എന്ത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബർട്ടി എന്ന പേരിലാണ് ഫോർവേഡ് പത്രത്തിൻ്റെ പേര് പിന്നീട് അറിയപ്പെട്ടത്. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചതാരും? ഉത്തരം വീരേശലിംഗമാണ്. വീരേശലിംഗം. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് വീരേശലിംഗം. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ്റെ സ്ഥാപകനാണ് വീരേശലിംഗം. ഈ വീരേശലിംഗം തുടങ്ങിയ പ്രസിദ്ധീകരണമാണ് വിവേകവർദ്ധിനി എന്ന് പറയുന്നത്. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗമാണ്. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് വീരേശലിംഗം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് വിവേകവർദ്ധിനി. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ 2 ഉണ്ട്. ഒന്ന് പ്രബുദ്ധ ഭാരത്, മറ്റൊന്ന് ഉദ്ബോധൻ. ഇങ്ങനെ 2 പ്രസിദ്ധീകരണങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റെതായിട്ടുണ്ട്. പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ എന്നിങ്ങനെ 2 പ്രസിദ്ധീകരണങ്ങൾ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ചതാണ്. പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും വിവേകാനന്ദൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. നോക്കൂ, ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന് പറയുന്നത് ആരാണ് സ്ഥാപിച്ചത് എന്ന പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത്. ബഹിഷ്കൃത ഹിതകാരിണി സഭ, ഇത് ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഈ അംബേദ്കർ തുടങ്ങിയൊരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് മൂകനായക്. മൂകനായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചതും ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ SCF, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ നേതാവ് എന്ന നിലയിലാണ് ഡോക്ടർ B.R. അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയായത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ നേതാവെന്ന രീതിയിലാണ് അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ നിയമമന്ത്രിയായിട്ട് മാറിയത്. പിൽക്കാലത്ത് ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയായിട്ട് മാറി. ഈ പ്രസ്ഥാനം പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിയായിട്ട്
മാറുകയുണ്ടായി. അപ്പോൾ അംബേദ്കർ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കവെയാണ് അദ്ദേഹം ആദ്യത്തെ നിയമമന്ത്രിയായിട്ട് മാറിയത്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിബ ഫുലെ. ഡോക്ടർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിബ ഫുലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഖലെയാണല്ലോ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ചോദിക്കുകയാണെങ്കിൽ ഗോഖലെയാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സി ആർ ദാസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസാണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിബ ഫുലെ. ഈ ജ്യോതിബ ഫുലെയാണ് 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ജ്യോതിബ ഫുലെ 1873 സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്. ജ്യോതിബ ഫുലെ 1873 സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രമായിരുന്നു ദീനബന്ധു എന്നറിയപ്പെടുന്നത്. സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രമാണ് ദീനബന്ധു. ദീനബന്ധു എന്ന് വിശേഷണമുള്ളത് സി എഫ് ആൻഡ്രൂസിനാണ്. സി എഫ് ആൻഡ്രൂസിൻ്റെ വിശേഷണമാണ് ദീനബന്ധു എന്ന് പറയുന്നത്. ദീനബന്ധു എന്ന് വിശേഷണമുള്ളത് സി എഫ് ആൻഡ്രൂസ്. സി എഫ് ആൻഡ്രൂസിനെയാണ് ദീനബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നത്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസാണ്. ദേശബന്ധു എന്ന് അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ആർ ദാസാണ്. സി ആർ ദാസിനെയാണ് ദേശബന്ധു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയാണ് 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രമായിരുന്നു ദീനബന്ധു. ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകൻ ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കർ സ്ഥാപിച്ച പ്രസിദ്ധീകരണങ്ങളാണ് കുടിയരശ്, വിടുതലൈ, പുരട്ചി എന്നിവ. അദ്ദേഹത്തിൻ്റെ 3 പ്രസിദ്ധീകരണങ്ങൾ. ഇ വി രാമസ്വാമി നായ്ക്കറുടെ 3 പ്രസിദ്ധീകരണങ്ങളാണ് കുടിയരശ്, വിടുതലൈ, പുരട്ചി എന്നിവർ. പുരട്ചി. അപ്പോൾ ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ഖുദായി ഖിദ്മഗർ. ഒത്തിരി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഖുദായി ഖിദ്മഗർ അല്ലെങ്കിൽ സെർവൻസ് ഓഫ് ഗോഡ്. ഖുദായി ഖിദ്മഗർ, റെഡ് ഷർട്ട്സ്, ഇങ്ങനെ 2 പ്രസ്ഥാനങ്ങൾ. ഖുദായി ഖിദ്മഗറും റെഡ് ഷർട്ട്സും സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഈ 2 പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപകൻ. ഖുദായി ഖിദ്മഗറും റെഡ് ഷർട്ടും സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. തത്വബോധിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോറാണ്. തത്വബോധിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭയുടെ പ്രസിദ്ധീകരണം ചോദിക്കുകയാണെങ്കിൽ തത്വബോധിനി പത്രിക. തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ. അതിൻ്റെ പ്രസിദ്ധീകരണം തത്വബോധിനി പത്രിക. പിൽക്കാലത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട ജനഗണമന 1912 ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിലാണ്. ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതിലെന്ന് ചോദിച്ചാൽ തത്വബോധിനി പത്രികയിലാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. തത്വബോധിനി പത്രികയിലാണ്. ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ. ഹിന്ദു മഹാസഭയുടെ സ്ഥാപകനാണ് മദൻ മോഹൻ മാളവ്യ. ഈ മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് 2 പ്രസിദ്ധീകരണങ്ങൾ മദൻ മോഹൻ മാളവ്യ ആരംഭിച്ചതായിട്ടുണ്ട്. ഒന്ന് അഭ്യുദയ 1907 ആരംഭിച്ചത്. മറ്റൊന്നിൻ്റെ പേരാണ് മര്യാദ 1910. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച 2 പ്രസിദ്ധീകരണങ്ങളാണ് 1907 അഭ്യുദയയും 1910 മര്യാദ. ഇത് രണ്ടും മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ 1907 അഭ്യുദയും 1910 മര്യാദയും. 1876 ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1876 ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപകൻ ഓപ്ഷനിൽ സുരേന്ദ്രനാഥ ബാനർജി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എങ്കിലും അത് ശരി ഉത്തരവാണ്. ആനന്ദമോഹൻ ബോസുമായിട്ട് ചേർന്നാണ് ഈ പ്രസ്ഥാനം അദ്ദേഹം ആരംഭിക്കുന്നത്. സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആരംഭിക്കുന്നത്. ഈ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് ബംഗാളി എന്ന് പറയുന്നത്. ബംഗാളി എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഇദ്ദേഹം ആരംഭിച്ചു. ബംഗാളി എന്ന പേരിലെ പ്രസിദ്ധീകരണം ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഭാഷയിലാണ്, ബംഗാളിയിലല്ല. സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് ദി ബംഗാളി. പ്രധാനപ്പെട്ട ചോദ്യമാണേ.
സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് ദി ബംഗാളി. റാഡിക്കൽ ഡെമോക്രാറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാപകൻ എം എൻ റോയിയാണ്. എം എൻ റോയ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കുന്നത് എം എൻ റോയിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എം എൻ റോയിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എം എൻ റോയിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക്കൽ പാർട്ടി. റാഡിക്കൽ ഡെമോക്രാറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാപകൻ എം എൻ റോയ്. ആ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖപത്രത്തിൻ്റെ പേരാണ് വാൻഗാർഡ്. വാൻഗാർഡ്. റാഡിക്കൽ ഡെമോക്രാറ്റിക്കൽ പാർട്ടിയുടെ മുഖപത്രമാണ് വാൻഗാർഡ്. വാൻഗാർഡ്. അക്ബരാസ്, ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ബാലഗംഗാധര തിലകൻ. വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. അക്ബരാസ് അല്ലെങ്കിൽ ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയത് ബാലഗംഗാധര തിലകനാണ്. അക്ബരാസിനും ലാത്തി ക്ലബിനും രൂപം നൽകിയത് ബാലഗംഗാധര തിലകൻ. അക്ബരാസ്, ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയത് ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ മറാഠി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മറാഠ. ബാലഗംഗാധര തിലകൻ മറാഠി ഭാഷയിൽ ആരംഭിച്ചത് കേസരിയും ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചത് മറാഠയുമാണ്. 2 പ്രസിദ്ധീകരണങ്ങളാണ് പറഞ്ഞത്. അക്ബരാസ്, ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയത് ബാലഗംഗാധര തിലകൻ. തിലകൻ മറാഠി ഭാഷയിൽ ആരംഭിച്ചത് കേസരിയും ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചത് മറാഠ എന്ന പ്രസിദ്ധീകരണവുമാണ്.